ആയിരിക്കാം ഇത്തരം പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിർന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീ പി സുജാതൻ, ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഈ സംസ്ഥാന സമ്മേളന കാലയളവിന് മുമ്പ് വരെ പിണറായി വിജയനെതിരായ ഒരു വിമർശനങ്ങൾ അല്ലെങ്കിൽ വികാരങ്ങൾ പാർട്ടിക്കുള്ളിൽ അതിശക്തമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾക്ക് അടക്കം പിന്നിൽ CPIM-ലെ തന്നെ ചില നേതാക്കളുണ്ട് എന്ന് പൊതുവെ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ചില സൂചനകളും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നതാണ്. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിയപ്പോൾ സാഹചര്യം മാറുന്നു. പിണറായി വിജയൻ വലിയ വിമർശനങ്ങളൊന്നും ആ സമ്മേളനത്തിലെ പ്രതിനിധികളിൽ നിന്ന് നേരിട്ടില്ല. MV ഗോവിന്ദനാകട്ടെ വലിയ വിമർശനം നേരിടുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ പരിശോധിക്കുമ്പോൾ അവിടെയും വളരെ കൃത്യമായി പിണറായി വിജയന് താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്നവരോ മാത്രമാണുള്ളത് എന്ന ഒരു നിഗമനം ഒരു വിഭാഗത്തിനുണ്ട്. അത് ഒരു പക്ഷേ റെജി ലൂക്കോസ് സൂചിപ്പിക്കുന്ന പോലെ അതൊക്കെ മാധ്യമ ഭാവനയായിരിക്കാം. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? അഭിലാഷ്, CPM-ലെ സംഘടനാ ഘടന സംവിധാനം അവരുടെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം എങ്ങനെ വരുന്നു എന്നത് ഇപ്പോൾ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിന് ശേഷം എന്നെ പോലുള്ളവർ ശ്രദ്ധിച്ചത് അവിടെ 3 വർഷത്തെ അവലോകന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ചു. അതേക്കുറിച്ച് അത് അപ്രസക്തമാകുന്ന തരത്തില് അതിനേക്കാൾ പ്രാമുഖ്യം വന്നത് നവകേരളത്തിന് പുതിയ വഴി നിർദ്ദേശിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വികസന രേഖ, അടുത്ത ഗവൺമെന്റ് ഒരു 3ാം തുടർഭരണം എങ്ങനെ സാധ്യമാക്കാം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതുവരെ ഇല്ലാത്ത ചില നയസമീപനങ്ങളോട്, അതായത് വിദേശ നിക്ഷേപമാകാം, ഡയറക്റ്റ് FDI ആകാം, വിദേശ ലോൺ വായ്പകളാകാം, സ്വകാര്യവൽക്കരണത്തിന് തുറന്നു കൊടുക്കുന്നു, സർവകലാശാലയടക്കം. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതുവരെ തുറന്ന് സമ്മതിക്കാൻ വിഷമം ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും വളരെ ഗംഭീരമായ തരത്തിലുള്ള സ്വകാര്യവൽക്കരണത്തിലേക്ക് കേരളത്തെ തുറന്നു വയ്ക്കാനുള്ള ചിന്തയാണ് ആ പാർട്ടിയിലെ ഏറ്റവും സജീവമായ ചർച്ചാ വിഷയവും നയം മാറ്റവും. അതിന് വേദി ഒരുക്കുകയാണ് ശരി. നമ്മളിപ്പോ പാർട്ടിയിൽ ആര് വിമർശനമുണ്ടാക്കി, ആരൊക്കെ തഴയപ്പെട്ടു എന്ന ചർച്ച സംഘടനാപരമായ പ്രസക്തിക്ക് അപ്പുറത്ത്, നേതാക്കൾക്കിടയിലുള്ള പ്രശ്നം എന്നതിനപ്പുറത്ത് പൊതുസമൂഹം കാണേണ്ട കാര്യം ഈ പാർട്ടിയുടെ നയത്തിൽ വന്ന അടിസ്ഥാനപരമായ മാറ്റം. അത് നേതാക്കൾക്ക് അതിന്റെ ചേതോവിചാരം നമ്മൾ പരിശോധിക്കുക. കേരളത്തിലെ പൊതുവായി ഇന്ന് ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒക്കെ സ്പർശിക്കുന്നതിനേക്കാൾ അപ്പുറം ജനങ്ങളുടെ മേൽ ധാരാളം നികുതി ഭാരം ചുമത്തി തുടർഭരണം സാധ്യമാക്കുന്നതിന് വിഭവ സമാഹരണത്തിന് ജനങ്ങളെ പിഴിയുന്ന ഒരു നയവും, അതിന് പാർട്ടി ഇതുവരെയും പൊതുമേഖലയ്ക്ക് വേണ്ടി വാദിച്ചു വന്നിരുന്ന ഒരു പാർട്ടി അതെല്ലാം ഉപേക്ഷിച്ച് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി വാദിക്കുകയും അതിന് സൗകര്യമൊരുക്കുകയും ചെയ്യുന്ന ഒരു നയവുമായി മുന്നോട്ട് പോകുന്നു. അതിനെ അവര് കേരള നിർമ്മാണം എന്ന് വിശേഷിപ്പിക്കുന്നു. എന്തൊരു രസകരമായ ഒരു സംഭവമാണ്. ഒരു സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോ അവിടെ പാർട്ടി സെക്രട്ടറി അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ടിന്മേലുള്ള കാര്യമായ ചർച്ചയൊന്നുമില്ല, അതേപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല. അതിന്റെ മേൽ അവിടെ നടക്കുന്ന വിമർശനങ്ങൾ, അതായത് ഒരുപാട് പാർട്ടി പ്രാദേശിക പക്ഷപാതം പുലർത്തുന്നു, മെരിറ്റും വാല്യൂസും നോക്കാതെ നേതാക്കളെ അതിന്റെ പദവികളിൽ എത്തിക്കുന്നു. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജില്ലയ്ക്ക് ആ ജില്ലയിൽ നിന്ന് വരുന്ന നേതാക്കൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുന്നു, അവർക്ക് കൂടുതൽ റെപ്രസെന്റേഷൻ വരുന്നു. ആ തരം കാര്യങ്ങളൊക്കെ വിമർശനമായി വന്നു. പക്ഷെ തീരുമാനങ്ങളൊക്കെ വന്നപ്പോൾ അതിന്റെ ഇരട്ടിയായി, അതിനേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി എന്തൊക്കെ ദോഷമാണെന്ന് ആരൊക്കെ പറഞ്ഞുവോ അതൊക്കെ തന്നെ പാർട്ടി ആവർത്തിച്ചതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. റൈറ്റ്. പക്ഷേ ഞാൻ ഇവിടെ ഒന്ന് ശ്രീ പി സുജാത, ഞാനിന്ന് ഇടപെടുന്നത് ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ പ്രതിനിധികൾ ഉയർത്തിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നേതാക്കളുടെ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു, അത്തരം കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു, തുടർഭരണത്തിൻ്റെ ഒരു തിക്തഫലങ്ങൾ പലരും നേരിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. MV ഗോവിന്ദൻ അടക്കം വലിയ തോതിൽ വിമർശനങ്ങൾ നേരിട്ടു. അപ്പോൾ സംഘടനാപരമായ വിഷയങ്ങളും അവിടെ കാര്യമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും. അതെ, മുമ്പൊക്കെ CPM-ന്റെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ സംസ്ഥാന സെക്രട്ടറിയാണ് പ്രബലൻ. സംസ്ഥാന സെക്രട്ടറി നിങ്ങൾ നേരത്തെ സംസാരിച്ചല്ലോ, ഇവിടെ പലരും സൂചിപ്പിക്കുകയും ചെയ്തല്ലോ. അച്യുതാനന്ദൻ, പിണറായി വിജയൻ ഇവരൊക്കെ സെക്രട്ടറി ആയിരുന്നപ്പോൾ
ഗവൺമെന്റിനേക്കാൾ വലിയ ഗവൺമെന്റിനെ ആജ്ഞാപിക്കുന്ന തരത്തിലുള്ള ഗംഭീരമായ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് AKG സെന്ററിൽ നിന്ന് കല്ലേ പിളർക്കുന്ന കൽപ്പനകൾ പുറപ്പെടുപ്പിക്കുന്ന ഒരു സെക്രട്ടറി ആയിരുന്നു പാർട്ടിക്കുണ്ടായിരുന്നു. ഇന്ന് നേരെ തിരിച്ചു പദവി, അധികാര പദവി സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ഇല്ലേ? ആ പിണറായി വിജയന്റെ കാര്യത്തിൽ ഏജിന് പോലും ഇളവ് അനുവദിക്കുന്നു. അദ്ദേഹത്തെ വിമർശിക്കാൻ തന്നെ ആളുകൾക്ക് ഭയമാണ്. മന്ത്രിമാർക്ക് എല്ലാവർക്കും കടുത്ത വിമർശനം. പക്ഷേ പിണറായി വിജയനെ എല്ലാവരും വെറുതെ വിട്ടു. അത് എന്ത് പരിഗണന? മന്ത്രിമാർ ചെയ്യുന്നത് അടക്കമുള്ള എല്ലാ ഗവൺമെന്റിന്റെ ദുശ്ചെയ്തികളുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയല്ലേ. അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയർത്താൻ തന്നെ ആളുകൾക്ക് ഭയമായിരിക്കും. അപ്പൊ ആ തരത്തിലേക്കുള്ള ജനാധിപത്യവൽക്കരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നെപ്പോലുള്ളവരും പ്രതീക്ഷിക്കുന്ന പൊതുസമൂഹം എങ്ങനെ കാണുന്നു എന്ന് നമുക്കറിയാം. അത് ഇതൊരു ഖേഡ പാർട്ടിയാണ്. കേന്ദ്രീകൃത ജനാധിപത്യ സ്വഭാവമുണ്ട്. പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതിനെ അനുസരിക്കുകയും കീഴ്പ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കമാണ് CPM-നുള്ളത്. പക്ഷെ പത്മകുമാർ ഇമ്മീഡിയറ്റ് ആ സമ്മേളനത്തിന്റെ കൊടി താഴുന്നതിന് മുമ്പ് തന്നെ വിമത ശബ്ദം ഉയർത്തി അദ്ദേഹം അത് പിൻവലിച്ചു. ഇന്ന് രാവിലെ അദ്ദേഹം പിൻവലിക്കുകയും അദ്ദേഹത്തിന്റെ സ്വയം മയപ്പെടുകയും ചെയ്തു. പക്ഷേ പാർട്ടിയിൽ ഇനിയും എതിരഭിപ്രായമുള്ളവരുണ്ട്. അവര് ഇനി ഭാവിയിലും നിശബ്ദരായിരിക്കുമോ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ചില പേരുകളുണ്ടല്ലോ. കണ്ണൂരിലെ P. ജയരാജൻ, അത് കൂടാതെ എത്ര പേർ, ആലപ്പുഴയിലെ G. സുധാകരൻ, കോട്ടയത്തെ സുരേഷ് കുറുപ്പ്, ഇങ്ങനെ പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ പ്രതിഷേധവും അമർഷവും ഉള്ള അനേകം ആളുകൾ, ഞാൻ ചില പേരുകൾ സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അനേകം ആളുകൾ പാർട്ടിക്കകത്തുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. KP റഹ്മത്തുള്ള കൂടി അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലാണ് ഉള്ളത്.